ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കും. നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വീഡിയോയോ അല്ലെ ഓഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരായിരിക്കും. അപ്പം നമുക്ക് ഈ വെബ്സൈറ്റ് വഴി ഏത് സോഷ്യൽ മീഡിയയിലെയും വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, വെറും ഫ്രീ ആയിട്ട്. അല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, വിത്ത് പ്രൂഫായിട്ട് കാണിച്ചു തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണാം. എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇപ്പോൾ കുറേ ഉള്ള യൂട്യൂബ് ഡൗൺലോഡറൊന്നും വർക്ക് ചെയ്യാറില്ല. അപ്പം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ ഒരു സാമ്പിളായിട്ട് ഒരു ഫേസ്ബുക്കിൽ, ഒരു യൂട്യൂബിൽ, ഒരു ഇൻസ്റ്റയിൽ, ഓക്കെ, ഇത്രയും വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മറക്കാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റിൽ പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി തന്നെ അവിടെ സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് പേര് cobalt.tool എന്ന് പറഞ്ഞാണ് വെബ്സൈറ്റിൻ്റെ പേര്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ നമുക്ക് കൊബാൾട്ട് എന്ന് പറഞ്ഞത് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ്. അപ്പം വെരിഫൈ ആയിട്ടുണ്ട്. വെരിഫൈ ആയതിനു ശേഷം വെരിഫൈ സക്സസ്ഫുൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പൂച്ചേൻ്റെ ചിഹ്നമൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കും. അപ്പം നമുക്കൊരു ഓഡിയോ ഉണ്ട്, ഓട്ടോ ഉണ്ട്, ഓഡിയോ ഉണ്ട്, അൺമ്യൂട്ട് ഉണ്ട്. ഇനി തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് എടുക്കാം. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഫേസ്ബുക്ക് എടുത്തു. ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ അങ്ങ് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു വീഡിയോ അങ്ങനെ എടുത്തു. അപ്പം വീഡിയോ എടുത്തിട്ട് ഓവർ കാണിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് എടുക്കും കേട്ടോ, കോപ്പി ലിങ്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് കളഞ്ഞു. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഈ ഒരു ആരോ ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, ചൂസ് ഹൗ ടു സേവ്. സംഭവം കിട്ടിയിട്ടുണ്ട്, ഒന്നും നോക്കാനില്ല, നേരെ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്യണം, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് വേണേൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫേസ്ബുക്കിൽ നിന്ന് എന്തായാലും സംഭവം വർക്കൗട്ട് ആവും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് കളഞ്ഞേക്കാം. ഓക്കെ, കളഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇൻസ്റ്റയിലേക്ക് പോകാം. ഇൻസ്റ്റയിലും ഞാനെന്ത് ചെയ്തു, ഒരു ചാനലാണ്, ചാനലിൽ നിന്ന് ഞാൻ അതും ഞാനെന്ത് ചെയ്തു, കോപ്പി ലിങ്ക് എടുത്തു. എന്നിട്ട് പേസ്റ്റ് ചെയ്തു, അതും കൊടുക്കാം. സംഭവം അതും കിട്ടിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാൻ അത് നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഷുവറായി കിട്ടുമെന്ന്. ഇനി നമുക്ക് എവിടുന്ന് വേണ്ടേ, യൂട്യൂബിൽ. ഓക്കെ, നമ്മൾ യൂട്യൂബിലേക്കും കൂടെ പോവാം. യൂട്യൂബിൻ്റെ ഷോർട്സ് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം അതും എടുത്തു, കോപ്പി ലിങ്ക് അടിച്ചു. ഞാനൊന്ന് മാറ്റി, ഇത് ഇൻസ്റ്റയായപ്പോൾ അല്ലേ, അതൊന്ന് ബാക്ക് കൊടുത്തു, ക്ലോസ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. മോളിൽ ഡൗൺലോഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് മോളിൽ കാണാൻ വേണ്ടി ഡൗൺലോഡിങ് ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി തന്നെ സംഭവം ഡൗൺലോഡ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം. കണ്ടാ, ആ വീഡിയോ സിമ്പിളായിട്ട് ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊരു അടിപൊളിയൊരു വെബ്സൈറ്റാണ്. ഞാൻ കുറേ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് വർക്ക് ചെയ്യും, ചില സമയത്ത് വർക്ക് ചെയ്യില്ല, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടും കാണിക്കും. പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ് ജെനുവിനാണോ അല്ലേന്ന്. എന്തെങ്കിലും ജസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ അടിപൊളി വീഡിയോസിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്ത പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക,
ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണുന്നവരെ ഓക്കെ ബൈ, താങ്ക്സ്.